ഉണ്ട് മൃദുരുയിർപ്പുണ്ട് ക്രിസ്തനാൽ തെല്ലിര കൊണ്ട് ബഹുജനമുണ്ട് മൃദുരുയിർപ്പുണ്ട് ക്രിസ്തനാൽ എന്തോരത്ഭുത പുരുഷൻ തൻ്റെ മഹിമാനേ കലുഷതലേശം കാണും നെല്ലി മനുജനിലം നുര ചെയ്തുക കലുഷതലേശം കാണും നെല്ലി മനുജനിലം നുര ചെയ്തുക മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭുവിയത്ഭുതം മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭുവിയത്ഭുതം എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമാനേ സ്തുലം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകൾ നയിക്കുവാനായിട്ട് കർത്തദാസൻ ജെയിംസൺ തോമസ് അവരുടെ ആദ്യമായി സ്വാഗതം. ശരി, നമുക്ക് ആരംഭിക്കാം. എല്ലാവരും വന്നു. സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞുങ്ങളെ വേഗത്തിലിരിക്കാം. മോനെ നിങ്ങളോട് വന്നാൽ ഞാൻ ആരംഭിക്കും. കം ഫസ്റ്റ്. നമ്മൾ ക്രിസ്തുവിൻ്റെ പൂർവാസ്ഥിക്ക് ഞാൻ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ആളത്വം, ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ടോം ബ്രദറെ കം. ക്രിസ്തുവിൻ്റെ ആളത്വം ഞങ്ങൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു കേട്ടോ. ടോം ബ്രദറിനെ രാത്രി പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ആദ്യത്തെ ഭാഗം കർത്താവിൻ്റെ ഹ്യൂമാനിറ്റിയെ, മനുഷ്യത്വത്തെ കാണിക്കുന്നതാണ്. ഒരു മനുഷ്യനുള്ളതുപോലെ ദേഹവും ദേഹിയും ആത്മാവും കർത്താവിന് ഉണ്ടായിരുന്നു. നമ്മൾ തുടർന്ന് ഓർത്ത് തുടങ്ങിയത് ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ രണ്ടാമത്തതിൽ അവിടുത്തെ മഹത്വത്തോട് ബന്ധപ്പെട്ടാണ്, അവിടുത്തെ ദൈവത്വത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പൂർവാസ്ഥിക്യം, ഇംഗ്ലീഷിൽ ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഞാനതിനെ വളരെ സിമ്പിളായിട്ട്, വലിയ വേദശാസ്ത്ര അങ്ങനത്തെ ഇതിലേക്കല്ല ഞാൻ പോകുന്നത്. വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഞാനിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഈ പൂർവാസ്ഥിക്യം എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുൻപേ, ശരിക്കും കേട്ടോ, ജനിക്കുന്നതിന് മുൻപേ, യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപേ, അർത്ഥാൽ കന്യകയുടെ മകനായി ജനിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നവൻ എന്നാണ് അതിന്റെ ലളിതമായ അർത്ഥം. മനസ്സിലായോ? നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അമ്മയുടെ വയറ്റിൽ 9 മാസം ഉണ്ടായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിനു മുമ്പ് നമ്മൾ ആരാധന പോലും നമുക്ക് പോലും നമ്മുടെ അപ്പനമ്മയ്ക്ക് അറിയായിരുന്നു. ദൈവം ഒഴികെ ഇങ്ങനെ ഒരുത്തൻ ജനിക്കുമെന്ന് ജനിച്ചിട്ടും അറിഞ്ഞില്ല. ജനിച്ചിട്ട് കുറെ നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പലരും ഇപ്പോഴും അറിയുന്നില്ല. ശരിയല്ലേ? പക്ഷെ കർത്താവ് അങ്ങനെയല്ല. ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പൂർവാസ്ഥിക്യം എന്ന് പറഞ്ഞാൽ ലോകം അവനെ അറിഞ്ഞത് കന്യകയുടെ മകനായി ജനിച്ച പശുത്തൊട്ടിൽ കിടക്കുന്ന കർത്താവായിട്ടാണ്. പക്ഷേ ആ കന്യകയുടെ വയറ്റിൽ ജനിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നവൻ എന്നതാണ് കർത്താവിന്റെ പൂർവാസ്ഥിക്യം എന്നതുകൊണ്ട് വളരെ ലളിതമായിട്ട് അർത്ഥമാക്കുന്നത്. ഞാനിങ്ങനെ പറയട്ടെ, നമ്മുടെ വീണ്ടെടുപ്പ് വേലയോട് ബന്ധപ്പെട്ട് യേശുവായി അവിടുന്ന് ജനിച്ചു. യേശു എന്ന് പറഞ്ഞ സേവ്യർ, രക്ഷിതാവ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവനെ യേശു എന്ന്
പേരിടണം. അപ്പൊ കർത്താവ് യേശു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലേക്ക് വിരൽ ചൂണ്ടുവാം. അപ്പൊ യേശുവാകുന്നതിന് മുൻപ്, യേശുവായി വെളിപ്പെടുന്നതിന് മുൻപ് ആദിയിലെ കർത്താവ് ഉണ്ടായിരുന്നു. സ്തോത്രം. അതാണ് നമ്മൾ അതിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ ഓർക്കേണ്ട ആ ആദിയിൽ എന്ന് പറഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യനും. ഒന്ന് പറ. പിശാചിന് ഇഷ്ടമാ മിണ്ടാതിരിക്കുന്ന കർത്താവിനെ പറ്റി പറയുമ്പോൾ. നമുക്ക് ഇഷ്ടമുള്ളവരെ പറ്റി പറയുമ്പോൾ 100 നാക്കാം, അല്ലേ അല്ലേ അല്ലേ? ഇഷ്ടമുള്ളവരെ പറ്റി പറയുമ്പോൾ അയ്യോ എന്നെ ആവേശം. അപ്പൊ കർത്താവിനെ പറ്റി പറയുമ്പോ എന്ത് വേണം? ബഹളം ഉണ്ടാക്കി അടിച്ച് തകർത്ത് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന്റെ സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവിന്റെ പൂർവാസ്ഥിക്യം പറയുമ്പോൾ അവിടുന്ന് ആദ്യനാണ്, അന്ത്യനാണ്. പിന്നെ നമ്മൾ സാധാരണ പറയുന്നത് നമുക്ക് ആകപ്പാടെ അറിയാവുന്ന രണ്ട് ആൽഫയും ഓമേഗയും. നമ്മുടെ കർത്താവ് ആരാ? ഇത് കർത്താവിന്റെ പൂർവാസ്ഥിക്യത്തെ, പ്രീ എക്സിസ്റ്റൻസിനെ കാണിക്കുന്ന മനോഹരമായിട്ടുള്ള പഠനത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഒത്തിരി ഡീറ്റെയിൽഡ് അല്ല, ഒത്തിരി ഡീറ്റെയിൽഡ് ആണെങ്കിൽ എങ്ങും എത്തത്തില്ല. 4 മണിക്കൂറേ നമുക്കുള്ളൂ. ഇന്ന് നമുക്ക് ആദ്യത്തെ 4 മണിക്കൂറല്ല, ആകപ്പാടെ 40 മിനിറ്റേ കിട്ടിയുള്ളൂ. ഇപ്പോഴും ഏതാണ്ട് അങ്ങനെ നോക്കിയാൽ നാളെ 5 മണിക്ക് വരണം, വന്ന പോലെ തുടങ്ങണം. ഓക്കെ, നാളെ കൂടെ ഉള്ളൂ. അപ്പൊ മറക്കരുത്, നമ്മുടെ കർത്താവിന്റെ പൂർവാസ്ഥിക്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വേദഭാഗം. എനിക്കിതെല്ലാം കൂടെ വെക്കാൻ നിവൃത്തിയില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? എല്ലാവരും ഒന്ന് എഴുതി. ഞാൻ പറയുന്ന 3 വാക്യം എഴുതിക്കോ, റെഫറൻസ് മാത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 57, 58, 59. ഈ 3 വാക്യങ്ങൾ കുറിച്ചിട്ട് എല്ലാവരും വേദഭാഗം ഒന്ന് എഴുതേ. വേദോത്സവം ഉള്ള എല്ലാവരും അച്ഛൻ ഇപ്പോൾ വന്നതാണ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 57-ാം വാക്യത്തില് യഹൂദന്മാര് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്നതാ? എടുത്തു. യോഹന്നാൻ 8:57. നിനക്ക് 50 വയസ്സ് ആയിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കർത്താവ് എന്നെ മറുപടി പറഞ്ഞു. യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട്. മറുപടി എന്നാ? അവർ ചോദിച്ചല്ല, നിനക്ക് എൻ്റെ അപ്പ കൊച്ചിലെ ഇത് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. വളരെ രസകരമായിട്ട് അത് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴുണ്ട്. അതാണ് ഈ വാക്യത്തോട് എനിക്ക് ഒത്തിരി സ്നേഹം തോന്നാനുള്ള ഒരു കാര്യം. അബ്രഹാമിനോട് ചോദിച്ചു, കർത്താവിനോട് ചോദിച്ചു, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ. അവിടെ 50 വയസ്സിന്റെ പ്രത്യേകത എന്താ? നമ്മളിതൊക്കെ വായിച്ചു വിടുമ്പം അതിന്റെ ആഴത്തിലേക്ക് പോയാൽ നമ്മുടെ കർത്താവിനോട് നമുക്ക് ഒത്തിരി സ്നേഹം തോന്നും. കർത്താവിന്റെ വലിപ്പത്തെ മനസ്സിലാവും. നമ്മൾ കർത്താവിന്റെ ആളത്വത്തിന്റെ 2-ാം ഭാഗത്തിലാണ്. കർത്താവ് പറഞ്ഞു, കർത്താവിനോട് നിനക്ക് 50 വയസ്സായിട്ടുണ്ടോ? 50 2 വിഷയത്തെ കാണിക്കുന്നു. 50 വയസ്സെന്ന് പറഞ്ഞാൽ ഒന്ന് പെർഫെക്റ്റ്നെസ്, പൂർണ്ണതയെ കാണിക്കുന്നു. യഹൂദന്മാരുടെ മധ്യയിൽ ക്രിസ്തു 50 വയസ്സായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നീ പൂർണ്ണനാണോ എന്നാ അതിന്റെ അർത്ഥം. ടോം ബ്രദറെ മനസ്സിലായോ? നീ പൂർണ്ണനാണോ? അടുത്ത ആഴ്ച കിളിവേലി പ്രസംഗിക്കും ഇതൊക്കെ പറയണം. ഏത് അപ്പച്ചാന്റെ മുഖം നോക്കി നിനക്ക് 50 വയസ്സാന്ന് ചോദിക്കരുത്, അവർ ഓടിക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. നിനക്ക് 50 വയസ്സായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നീ പൂർണ്ണനാണോ? 2-ാമത്തെ കാര്യം, 50 വയസ്സെന്ന് പറഞ്ഞാൽ ദൈവാലയ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്ന പ്രായമാണ്. എന്ത്? 50. അറ്റ് ദ ഏജ് ഓഫ് 50 മാറിക്കണം. പക്ഷെ ദൈവാലയത്തിൽ പിന്നെയും ചില കാര്യങ്ങളുണ്ട്. ദൈവാലയത്തിലെ വേല സംബന്ധിച്ചുള്ളതാ, ജോലി സംബന്ധിച്ചുള്ളതാ. നമുക്ക് ഒരു വാക്യത്തിലേക്കൊന്ന് വരാം. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ടാ നോക്കിയേ, സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 8 വേഴ്സസ് 23, 24 and 25. സംഖ്യാപുസ്തകം 8-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. നോട്ടിൽ ഒരു വാക്യം കൂടെ ഉണ്ട്. ആ നോട്ടിൽ ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് കിട്ടും. ഈ നോട്ടൊക്കെ റോക്കറ്റ് പറപ്പിച്ച് കളക്കരുത് കേട്ടോ. ഓക്കെ. അപ്പൊ സംഖ്യാപുസ്തകം 8-ാം അധ്യായത്തിന്റെ സാമചാരം നോക്കുന്നു, ഇവൻ എന്നതാ പറയുന്നത്. സംഖ്യാപുസ്തകം 8-ാം അധ്യായത്തിന്റെ 23, 24, 25 നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹോവ പിന്നെയും മോശയോട്, അയ്യോ കട്ടൻ കാപ്പി കുടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉണർവ് വന്നില്ലേ? യഹോവ പിന്നെയും മോശയോട്, ലേവ്യർക്കുള്ള പ്രമാണമാവിത്, 25 വയസ്സ് മുതൽ അവർ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുന്ന സേവയിൽ. അപ്പൊ സമാഗമന കൂടാരത്തിലെ ദൈവാലയത്തിലെ വേലയ്ക്ക് എത്രാമത്തെ വയസ്സിലാണ് കയറേണ്ടത്? 25-ാമത്തെ വയസ്സ്. നല്ല ചുറുചുറുക്കിന്റെ സമയം, അതിന് പിടിച്ചാൽ കിട്ടാത്ത പ്രായ. വേണ്ടി വന്ന 2 കൊടുക്കാൻ തന്നെ കൊടുക്കും.
അപ്പൊ ആ ചുറുചുറുക്കിന്റെ സമയം കർത്താവിന്. ആ ചുറുചുറുക്കിന്റെ സമയം അവിടെ ഇവിടെയൊക്കെ പോയി കളഞ്ഞിട്ട് ഉള്ള കൊടിയൊക്കെ പിടിച്ചില്ലാത്ത ബഹളമൊക്കെ ഉണ്ടാക്കി എല്ലാം ചുരുണ്ടു കൂടി വരുമ്പോൾ കർത്താവിനെന്ന് പറയുന്നത് വലിയ അർത്ഥമൊന്നുമില്ല. ഉണ്ടോ? ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. ഉണ്ടോ? 33.5 തിരുവയസ്സ് ചുടുചോര കാൽവറിയുടെ ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഊറ്റിക്കൊടുത്തവന് വേണ്ടി ജീവിതത്തിന് നല്ലൊരു ഭാഗം കൊടുത്തോളൂ. അപ്പൊ ഒരു കാര്യം പറയട്ടെ, 25 വയസ്സ് മുതൽ അവൻ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുന്ന സേവയിൽ പ്രവേശിക്കണം. 50 വയസ്സ് മുതലോ അവർ വേല ചെയ്യുന്ന സേവയിൽ നിന്ന് ഒഴിയണം. അപ്പൊ 50 വയസ്സെന്ന് പറഞ്ഞാൽ ദൈവാലയത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് ഒഴിയേണ്ടുന്ന പ്രായം. അപ്പൊ നിനക്ക് 50 വയസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ കർത്താവിന്റെ മറുപടി എന്താ? നമ്മളാണെങ്കിൽ പറഞ്ഞാൽ ഇല്ല എന്ന്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. എനിക്കിപ്പോ 40 വയസ്സുണ്ട്, വൃദ്ധനായി. ഞാൻ പറയും 40 50 ആയോ ചോദിച്ചാൽ ഇല്ല. നിങ്ങൾ ചിലർ പറയും ആയി. പക്ഷെ കർത്താവ് ഇതൊന്നും പറഞ്ഞില്ല. കർത്താവ് എന്നാ പറഞ്ഞത്? നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം 50 വയസ്സായോ എന്ന് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാന് ഉണ്ട്. അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഞാൻ യുഗങ്ങൾക്ക് മുൻപേ. സ്തോത്രം. അതാണ് ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യം. കന്യകയുടെ മകനായി ജനിച്ചപ്പോൾ യേശുവായി ലോകം കണ്ട ക്രിസ്തു അതിനു മുൻപേ. ആ മുൻപെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. ഉൽപ്പത്തി 1:1 ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ആദിയിൽ ദൈവം സ്വർഗങ്ങൾ ആകാശങ്ങൾ ഉണ്ടാക്കി. ഈ പറയുന്ന യോഹന്നാൻ 1:1 നമുക്കറിയാം. എന്താ യോഹന്നാൻ 1:1? ആദിയിൽ അറിയത്തില്ലേ? ഇല്ലെങ്കിൽ പൊസിഷൻ ആദിയിൽ ഒന്ന് പറയാ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ക്രിസ്തുവിന്റെ ഒരു പേരാ. അപ്പൊ ക്രിസ്തു ദൈവമാ. പക്ഷേ അവിടെ പറയുന്ന ഈ ആദി ഏതാണ്? അതാണ് ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യം. മനസ്സിലാവുന്നുണ്ടോ? ചില കട്ടിയല്ലേ? ആദി എന്ന് പറഞ്ഞാൽ യുഗങ്ങൾക്ക് മുൻപേ, നമ്മുടെ ചിന്തയ്ക്കപ്പുറത്ത്. ഞാൻ ഈ കൊച്ചിലെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു. ഇപ്പോഴും ആലോചിക്കും. അത് ആലോചിക്കും തോറും തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടാവുന്നുള്ളൂ തോന്നുന്നു. എന്താണെന്നറിയോ? എന്നോടൊപ്പം ചിന്തിക്കും. ആദ്യ മനുഷ്യൻ അറിയത്തില്ല. ആദ്യ മനുഷ്യൻ ആദാമിന് മുമ്പ് ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടു. അതിനു മുമ്പ് ദൂതന്മാർ, അവരുടെ സൃഷ്ടി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് ദൈവത്തിന്റെ തുടക്കമില്ലാത്ത ദൈവം, നിത്യനായ ദൈവം, അൽഫയും ആ ദൈവത്തിന്റെ തുടക്കം. ദൈവത്തിന് തുടക്കമില്ല. ആദി. തലയ്ക്ക് എന്തോ കുഴപ്പം വരുന്നത് തോന്നുന്നു. നമ്മുടെ ചിന്തയ്ക്ക് അതീതമാ. അപ്പൊ ക്രിസ്തു നമ്മളിപ്പം പറഞ്ഞ ചിന്തയ്ക്ക് അതീതമായ ആദിക്ക് മുൻപുള്ള ആദി. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ ആദിയിലെ ഉണ്ടായിരുന്ന ദൈവം. സ്തോത്രം. അപ്പൊ നമ്മുടെ കർത്താവിന്റെ പൂർവാസ്തിക്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തില് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താ? കർത്താവ് പറഞ്ഞു, ഞാൻ അബ്രഹാം ജനിച്ചതിന് മുൻപേ, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു. അവരെന്നാ ചെയ്തത്? യോഹന്നാൻ 8:59 വരുമ്പോ അവനെ എറിയാനായിട്ട് കല്ലെടുത്തു. അവനോ മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി. കർത്താവ് ദൈവാലയം വിട്ടുപോയി. ഞാൻ ഒരു വസ്തുത ഇവിടെ പറയാം. ഈ കർത്താവിനെ പറ്റിയുള്ള സത്യങ്ങൾ ഒരു വിശ്വാസിക്കാകട്ടെ ഒരു അവിശ്വാസിക്കാകട്ടെ സമ്മതിക്കാനും മനസ്സിലാക്കാനും കഴിയണമെങ്കിൽ ദൈവത്തോട് പറയണം, നിന്റെ കൃപ എനിക്ക് ഒരുപാട്. ഞാൻ പറയട്ടെ, ഈ കൊട്ടാരക്കരയിലെ സഭകൾ ചേർന്നുള്ള ഈ ദൈവവചന പഠനത്തിന്റെ ലക്ഷ്യം വാസ്തവത്തിൽ നിങ്ങളെ പണ്ഡിതന്മാരാക്കല്ല, മറിച്ച് നിങ്ങളെ ആത്മീയരാക്കുകയാണ്. നിങ്ങളെ ദൈവത്തോട് കൂടുതൽ ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ മാത്രമല്ല, പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും എല്ലാം, സ്ഥലം സഭകൾ ഏതുമാകട്ടെ, ഏത് വിശ്വാസ കൂട്ടങ്ങളാകട്ടെ, യേശു അപ്പച്ചനോട് ഒരുപാട് ആത്മാർത്ഥത ഉണ്ടാവാൻ വേണ്ടിയാണ്. അതിനെ കിടന്ന് പെടാപ്പാടുപെടണം. അല്ലെങ്കിൽ രാവിലെ കയറി അവിടുന്ന് ഇത്ര ദൂരമൊന്നും ജോൺസൺ സിബിലിപ്പങ്ങളാണെങ്കിൽ വണ്ടിയെ കിടന്ന വലിയ സഞ്ചരി കഴിഞ്ഞ് വരുന്ന ആളാണ്. എന്തിനാ വരുന്നത്? ഇതൊരു ആത്മാർത്ഥതയാണ്. അപ്പൊ ഓർത്തോണം, ഈ പറയുന്ന ക്രിസ്തു പൂർവാസ്തിക്യമുള്ളവനാണ്. എന്നെ ശ്രദ്ധിച്ചാട്ടെ, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഈ ആദിയെ പറ്റിയാണ് സങ്കീർത്തനം 90:2 പറയുന്നത്. സങ്കീർത്തനം 90:2 എന്നതാ? പർവ്വതങ്ങൾ
ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ അനാദിയായും ശാശ്വതമായും അങ്ങാരാ അനാദി. അനാദി എന്ന് പറഞ്ഞാൽ ആദിയില്ലാത്ത ആദി. അനാദി, ആദിയില്ലാത്ത ആദിക്ക് മുൻപേ. ശരിയല്ലേ ചാ? ആദിയില്ലാത്ത ആദിക്ക് മുൻപേ സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ പുത്രനായ ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ യേശുവായി വെളിപ്പെട്ടെങ്കിലും അവിടുന്ന് പൂർവാസ്തിക്യമുള്ളവനാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അറിയാ പോലും പറയുന്നില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഇന്നലെ ഉണ്ടായവനല്ല, ഇന്നലെ ഒരു സ്ഥലത്ത് മുളച്ചു വന്നവനല്ല. നമ്മുടെ കർത്താവിനെ ആരും കെട്ടിയുണ്ടാക്കിയ സങ്കല്പ കഥാപാത്രമല്ല. നമ്മുടെ കർത്താവ് ആദിയില്ലാത്ത പൂർവാസ്തിക്യമുള്ള ദൈവമാണ്. സ്തോത്രം. ഒരു വാക്യം കൂടെ വേഗത്തിൽ നോക്കിക്കോണേ, നമുക്ക് വേഗം പോകാം. ഒരു വാക്യം കൂടെ വേഗത്തിൽ വരാം. കൊലോസ്യർ 1:17. അതെന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചൊരു വാക്യമാണ്. കൊലോസ്യർ 1:17. അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ, എന്നിട്ട് അവൻ സകലത്തിനും ആധാരമായിരിക്കും. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ he is before all things. അത്രയും മതി. he is before all things. അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ ആണ്. ഈ സകലത്തിനും മുമ്പേ ഉള്ളവൻ എന്നുള്ള ഡെഫിനിഷൻ കൊലോസ്യർ 1:15-16 വാക്യത്തിലുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഓർത്ത വാക്യം ഏതായിരുന്നു? കൊലോസ്യർ 1:17 അവൻ സകലത്തിനും മുൻപേ ഉള്ളവൻ. ഈ സകലത്തിനും എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ മുമ്പെയാ? അത് കൊലോസ്യർ 1:15-16. നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം എല്ലാവരും കൂടെ ചേർന്ന്. എന്നോട് ചേർന്ന് വായിക്കാമോ? അടുത്തു നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് വായിക്കാം. അച്ഛൻ നേതൃത്വം തരണം. എല്ലാവരും കൂടെ. ഇവരൊക്കെ ഒന്നും മിണ്ടുന്നില്ല അച്ഛാ. എല്ലാവരും കൂടെ ഉറക്കെ. ഇതിനകത്ത് മിണ്ടാതിരുന്നാൽ ഞാൻ അവരെ കൊണ്ട് വായിപ്പിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ പുറത്തു പോകേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ എടുത്തു മാറ്റേണ്ടി വരും. ഓക്കെ, കൊലോസ്യർ 1:15-16 വായിക്കാം. ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. പിന്നെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും. ആ സകലവും എന്ന് പറയുന്നത് വരച്ചിടണം. ബൈബിൾ കീറാതെ നോക്കണം. അവൻ സകലത്തിനും മുൻപേ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? എക്സ്പ്ലനേഷൻ ഇല്ല, അതിന് സമയമില്ല. ഒന്ന്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും. അപ്പൊ സർവ സൃഷ്ടിക്കും മുൻപേ ഉള്ളവൻ. ആ സർവ സൃഷ്ടിയിൽ എന്തൊക്കെ വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്തൊക്കെ അഖില പ്രപഞ്ചത്തിലുണ്ടോ, ജീവൻ, ചലിക്കുന്നത്, ചലിക്കാത്തത്, ചലിക്കുന്നത്, ജീവനുള്ളത്, ജീവനില്ലാത്തത്, അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചം, നമുക്ക് കാണപ്പെടാത്ത ക്ഷീരപദങ്ങൾ, അണ്ടകടാഹങ്ങൾ, താരാജാലങ്ങൾ, താരാപദങ്ങൾ, ഇവയെല്ലാം അവൻ സർവ സൃഷ്ടിക്കും. സ്വർഗത്തിലെ ദൂതന്മാർ, ഇങ്ങനെയുള്ള സർവ സൃഷ്ടിക്കും അവൻ സകലത്തിന് മുൻപുള്ളവൻ. ആവേശം വരുന്നില്ല. 2, അവിടെ പറയുന്നത് സ്വർഗത്തിലുള്ളത്, പിന്നെ ഭൂമിയിലുള്ളത്, പിന്നെ ദൃശ്യമായത്, പിന്നെ അദൃശ്യമായത്, പിന്നെ സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇവയെല്ലാത്തിനും മുൻപേ ആരുണ്ട്? അപ്പൊ നമ്മുടെ കർത്താവിന്റെ പൂർവാസ്തിക്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അത് വിട്ടുപോകാൻ നിർബന്ധിതനാണ്. അവിടുന്ന് ജനനത്തിനും മുൻപേ ഉള്ളവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. ടോം ബ്രദറെ, എന്നാ മനസ്സിലാകുന്നത്? എഴുന്നേറ്റ് ഒന്ന് പറഞ്ഞേട്ടാ, മാസ്ക് ഒന്ന് മാറ്റി. ടോം ബ്രദർ വിചാരിക്കുന്നത് ഞാൻ ഇവനെ ഇന്ന് എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വന്നത്, ഇനി കൊണ്ടുപോകുന്നില്ലെന്ന് ഇപ്പൊ പറയുന്നവർക്ക്. കൊണ്ടുപോകുന്നില്ലയോ? എന്റെ ടോം ബ്രദറെ, മാസ്ക് ഒന്ന് മാറ്റി. ടോം ബ്രദർ എന്നെ വഴക്ക് പറയുവാണോ എന്ന് എനിക്കൊന്ന് അറിയണ്ടേ. ഇനി ഒന്ന് പറ, തെറ്റിക്കോട്ടെ, നാളെ വരാതിരിക്കുവോ? ഒന്ന് പറ. ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മുൻപുണ്ട്. കൊലോസ്യർ എത്ര അധ്യായം? ചാപ്റ്റർ 1 വേർഡ്സ് എത്ര വാക്യം? അച്ഛനോട് ദേഷ്യം തോന്നില്ല വാക്യം. എന്നോട് ചോദ്യം ചോദിച്ചല്ലേ, 15-ാം വാക്യം. അവൻ സകലത്തിനും മുൻപേ ഉള്ളു. ആ സകലത്തിനും എന്ന് പറഞ്ഞാൽ മോനെ എന്തായി? സകലത്തിനും മുൻപേ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? അവനാണെങ്കിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. പറ മക്കളെ, ആർക്ക് പറയാമോ? തെറ്റിക്കോട്ടെ, ആർക്ക്? അച്ഛൻ ബ്രദർ
ഒന്ന് ഉറക്കെ പറഞ്ഞു. യുഗങ്ങൾക്ക് മുൻപേ, അനാദിയായും ശാശ്വതം. ഇപ്പൊ ഞാൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു. എന്നതാ? സർവ സൃഷ്ടിക്കും. സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ദൃശ്യമായതാകട്ടെ, അദൃശ്യമായതാകട്ടെ, പിന്നെ സ്വർഗത്തിലുള്ളതാകട്ടെ, ഭൂമിയിലുള്ളത്, ഇതിനെല്ലാം മുൻപേ ഉള്ളവനാ കർത്താവ്. പിന്നെ നമ്മൾ പേടിക്കണം? നമ്മുടെ ആദ്യ അന്തത്തെ പറ്റി നമ്മൾ പേടിക്കണം? നമ്മുടെ നാളത്തെ ഫ്യൂച്ചറിനെ ഓർത്ത് പേടിക്കണം? ഒരിക്കലും പേടിക്കണ്ട. അവിടുന്ന് പൂർവാസ്തിക്കണം. 2, ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ 2ാം ഭാഗത്തിൽ മഹത്വത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ക്രിസ്തുവിന്റെ ജഡാവതാരവും കന്യകാജനനം, ഹിസ് ഇൻകാർണേഷൻ ആൻഡ് വെർജിൻ ബർത്ത്. ഓടിച്ചു പോകാനേ നിവൃത്തിയുള്ളൂ കേട്ടോ. ക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ, ജഡാവതാരം, കന്യകാജനനം നമുക്കറിയാത്തതൊന്നും അല്ല. നമ്മുടെ കർത്താവിന്റെ കന്യകാജനനത്തോട് ബന്ധപ്പെട്ട്, അവിടുത്തെ ജഡാവതാരത്തോട് ബന്ധപ്പെട്ട്, ആദ്യം ജഡാവതാരത്തോട് ബന്ധപ്പെട്ട്, ജഡാവതാരം എന്ന് പറഞ്ഞാൽ എന്താ? ജഡത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നു, അവതരിച്ചു എന്നതിനോട് ബന്ധപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതും നമ്മൾ അനേകർ അധികം പറയാത്തതുമായൊരു വാക്യം മറന്നിടും. നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു ഭാഗം എന്താണെന്നറിയാമോ? യോഹന്നാൻ 18:37. ജോൺ ചാപ്റ്റർ 18:37. യോഹന്നാൻ 18:37. പിലാത്തോസ് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് യേശു കർത്താവിന് മറുപടി. ആ മറുപടിയിൽ കർത്താവിന്റെ ജഡാവതാരം മൊത്തമുണ്ട്. ഞാൻ ആ വാക്യം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ സത്യത്തിൽ ഞാൻ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചു. നമ്മുടെ ഈ കണ്ണ് തുറക്കുന്ന പോലായിരുന്നു. ആ ഒറ്റ വാക്യം മതി. പക്ഷെ വേറെ വാക്യം നമ്മൾ പറയും ചിലപ്പം. ഒന്ന് നോക്കണേ, യോഹന്നാൻ 18:37 നമുക്ക് വായിക്കാം. പിലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു കർത്താവിന്റെ വാക്കുകൾ പഠിക്കണം. എന്നെ സുവിശേഷം ഉണർന്നു വരുന്നു. അറിയാതെ ഞാൻ കർത്താവിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആവേശം വരാറുണ്ട്. ഞാൻ പറയട്ടെ, അവിടെ എന്ത് പറയുന്നു? നീ പറഞ്ഞതുപോലെ. നിങ്ങളും നോക്ക്, നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു നോക്കുന്നു. ഇവൻ എന്നതാ പറയുന്നത്? നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ, എന്നിട്ട് സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ ജനിച്ച് അതിനായി ലോകത്തിലേക്ക് വന്നു. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ജനിച്ച്. ജനിക്കുന്നതിന് മുൻപേ ഉള്ള കർത്താവ് എന്ത്? പൂർവാസ്തിക്യമുള്ള ദൈവം, അനാദിയായും ശാശ്വതമായുമുള്ള ദൈവം, പർവ്വതങ്ങളും ഭൂമണ്ഡലങ്ങളും ഉണ്ടായതിനു മുൻപേ ഉള്ള ദൈവം. ആ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന അവിടുത്തെ വാക്കുകളിലൂടെ തിരുവായി പൊഴിഞ്ഞു പറയുകയാ, ഞാൻ ജനിച്ച് വന്നിരിക്കുന്നു. ആരിൽ ജനിച്ചു? അതാണ് കന്യകാജനനം. യെശയ്യാവ് 7:14. എല്ലാ ആരാധനയ്ക്കും ആരെങ്കിലും ഇത് പറയുന്നതൊക്കെയാണ് എന്റെ ചിന്ത. ചിലടത്ത് എന്നും മെഫീമോശത്ത് വരുന്നത് പോലെ അല്ലേ? മെഫീമോശത്ത് വരാത്ത സഭ കുറവാണ്. എന്നും ആരെയും കൊണ്ടാണ് വരുന്നത്? ഈ പുള്ളിയുടെ കൈ പിടിച്ചാ വരുന്നത്. പുള്ളി തന്നെ വിഷമിച്ചു ഇവന്റെ കൈ പിടിച്ചെന്നും വന്നിട്ട് അല്ലയോ? എത്ര നാളെ ഇവനെ ചത്താന്ന് വിളിക്കുന്നത്? അവന് തന്നെ വിഷമിച്ചു. പക്ഷെ നമ്മൾ പുള്ളിയെ വിടുകയില്ല. യെശയ്യാവ് 7:14. കന്യക ഗർഭിണിയായി, അയ്യോ അറിയത്തില്ലേ, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കണം. ഇത് കർത്താവിന്റെ കന്യകാജനനത്തെ കുറിച്ചുള്ള കാര്യമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ജനിച്ച് വന്നിരിക്കുന്നു. ഹിസ് ഇൻകാർണേഷൻ. യെശയ്യാവേൽ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. വെർജിൻ ബർത്ത്, ജഡാവതാരം, കന്യകാജനനം. ഇനി കർത്താവിന്റെ മറ്റൊരു വാക്ക് കർത്താവ് പറഞ്ഞല്ലെങ്കിലും കർത്താവിനെ പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു വാക്യം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യ ലേഖനം 4-ാം അധ്യായം എടുക്കാമോ? ഗലാത്യർ 4:4 വരുമ്പോൾ നമ്മൾ എന്താ വായിക്കുന്നത്? എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാണ്. കാലസമ്പൂർണത തോന്നില്ല. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ. അപ്പൊ ആരാ ജനിച്ചത്? ആരാ ജനിച്ചത്? ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ ചിന്തിക്കുന്നുണ്ടോ ഞാൻ നോക്കട്ടെ. ഒന്നുകൂടെ ആ വാക്യം ഞാൻ വായിക്കാം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ. ആരാ ജനിച്ചത്? ആരാ? ശരിയാ പോരട്ടെ. ആരാ ജനിച്ചത്?
ആരുടെ പുത്രൻ? ദൈവത്തിന്റെ പുത്രൻ. ദൈവത്തിന്റെ പുത്രന് ജനിക്കാൻ കഴിയുമോ? പക്ഷെ ദൈവത്തിന്റെ പുത്രൻ ജനിച്ചു. ദൈവം മനുഷ്യനാൻ. ദൈവം മരിച്ചു എന്ന് പറയരുത്. ദൈവത്തിന് എന്തില്ല. പക്ഷെ ദൈവം ജഡമെടുത്തു വന്ന് കാൽവറിയുടെ ക്രൂശിൽ നമുക്കായി മരിച്ചു. മരിക്കുമ്പോഴും അവിടുന്ന് ദൈവമാണ്. അത് വസ്തുതയാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, സ്ത്രീയുടെ സന്തതി കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചു. യേശുവിന്റെ കന്യകാജനനം. കർത്താവ് പറഞ്ഞ വാക്യം നിങ്ങൾ മറക്കല്ലേ. ഏതു വാക്യം? ഏതു വാക്യം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യോഹന്നാൻ 18:37, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച അതിനായ ലോകത്തിൽ വന്നിരിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ ജഡാവതാരം. അവിടെ എന്തിനാ ഈ കന്യകയിൽ ജഡാവതാരം ചെയ്തത്? ദൈവമായവൻ എന്തിനാ ചെയ്തത്? നമ്മെ തേടി. അപ്പൊ നമുക്ക് ആ നന്ദിയും സ്നേഹവും ദൈവത്തോട് ആവശ്യം. മുമ്പിലേക്ക് പോകും. അതെ, മനസ്സിലാവുന്നുണ്ടോ? സമയം കഴിയുന്നതോറും മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞ കാര്യം ആർക്കാ ഒന്ന് പറയാൻ പറ്റും? അച്ഛനൊന്ന് പറയാം. തെറ്റിക്കോട്ടെ അച്ഛൻ, കുഴപ്പമില്ല. അച്ഛനോട് അച്ഛൻ തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അത് തെറ്റണം. മനുഷ്യനാണെങ്കിൽ തെറ്റ് വരും. കാലസമ്പൂർണത പോട്ടെ. കാലസമ്പൂർണതയിൽ എന്താ സംഭവിച്ചത്? സ്ത്രീയുടെ സന്തതിയായി എന്ത് ചെയ്തു? ജനിച്ചു. അതെന്തിനെ കാണിക്കുന്നതാ? കർത്താവിന്റെ കന്യക ജനനത്തെ. കർത്താവിന്റെ ജഡാവതാരത്തോട് ബന്ധപ്പെട്ട് യോഹന്നാനിൽ പറഞ്ഞ വാക്യത് ബ്രദറെ, യോഹന്നാൻ 18 നമ്മൾ പറഞ്ഞു. കർത്താവ് പിലാത്തോസ് ഒരു പദം ഞാൻ പറഞ്ഞു, ഞാൻ ജനിച്ചതിനായി വന്നിരിക്കുന്നു. ഞാൻ ജനിച്ചു. എന്തിന്? സത്യത്തിന് സാക്ഷ്യം പറയാൻ. അപ്പൊ കർത്താവിന്റെ ജഡാവതാരം, ഇൻകാർണേഷൻ, കർത്താവിന്റെ വെർജിൻ ബർത്ത്, കന്യകാജനനം. മറക്കുന്നുണ്ടോ? ഇത് കർത്താവിന്റെ ശ്രേഷ്ഠതയെ കാണിക്കുന്നു. മുമ്പോട്ട് പോട്ടെ. അവിടുത്തെ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. അവിടുത്തെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു കാര്യമാണ്, കർത്താവിന്റെ ജീവിതത്തെ പറ്റി പഠിച്ചാൽ അമേസിംഗ് ആയിട്ടുള്ള, ആശ്ചര്യകരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇനി തുടർന്ന 1-2 വിഷയങ്ങൾ മാത്രമാണ് ഈ ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ 2ാം ഭാഗത്തോട് ബന്ധപ്പെട്ട് ഓർക്കാൻ പോകുന്നത്. നമ്മൾ എന്തൊക്കെ ഓർത്തു? പൂർവാസ്തിക്കും. ഇനി പറയണോ പൂർവാസ്തിക്കും? മനസ്സിലായോ? മനസ്സിലാകാത്ത കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായ കാര്യം മനസ്സിലാകാം. മനസ്സിലാകാത്ത കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായ കാര്യം മനസ്സിലാകാം. ഒന്നും മനസ്സിലായില്ല. ഇത് കഴിഞ്ഞ് വന്നാൽ മതി പറയും. അല്ലെങ്കിൽ ഇനിയും ഇവര് പറയും ഇവൻ ക്രിസ്റ്റോളജി പഠിപ്പിക്കാതെ മനസ്സിലായില്ലയോ എന്ന് ചോദിച്ച് മനസ്സിലാകാത്ത കാര്യം മനസ്സിലാക്കാതെ പോയത് അല്ലേ? അപ്പൊ ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് വരും. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അവിടുത്തെ ആളത്വത്തോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ പാപരാഹിത്യമാണ്. സിൻലെസ്നെസ്. അവിടുത്തെ പാപരാഹിത്യം. പാപരാഹിത്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്നാ പറഞ്ഞ പാപരാഹിത്യം എന്ന് പറഞ്ഞാൽ പാപം ഇല്ലാത്ത സ്ഥിതി. പാപമില്ല. പാപമില്ലാത്ത ആര് മാത്രമേ ഉള്ളൂ? ക്രിസ്തു മാത്രമേ ഉള്ളൂ. പാപമില്ലാത്ത ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ക്രിസ്തു ആരാ? ഒന്നും ഉറക്കെ പറയ. ക്രിസ്തു ആരാ? ഞാനിപ്പോ ചെറിയൊരു സഭയല്ല ശുശ്രൂഷിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച വാക്യമൊക്കെ വായിക്കുന്നു. അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും അറിയാതെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ബ്രദറെ, ദേഷ്യമൊന്നും തോന്നില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, ടോം ബ്രദറെ. ഓക്കെ. അപ്പൊ എന്നതാ അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? പാപരാഹിത്യമാണ്. നമ്മൾ 1-2 വാക്യങ്ങളിലേക്ക് വരാനായിട്ട് പോവാം. യോഹന്നാൻ 19:4. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത വലിയ വലിയ കാര്യമൊന്നുമില്ല. സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിന് ശേഷം പിന്നീട് ദൈവദാസന്മാർ ആഴത്തിൽ ഓരോ വിഷയങ്ങളും നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കും. അതിനൊരു കളമൊരുക്കുക മാത്രമാണ് എൻ്റെ ദൗത്യം. എന്നിലും ശക്തരായവർ പിന്നാലെ വരുന്നുണ്ട്. അവർ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരും. അപ്പൊ അതിനൊരു തുടക്കമെന്ന് മാത്രം, അന്ന് ക്രിസ്റ്റോളജി എന്താ നിങ്ങളുടെ എന്ന് പറയാതിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നത്. ഓക്കെ. അപ്പൊ അവിടുത്തെ പാപരാഹിത്യത്തെ പറ്റി യോഹന്നാൻ 19:4 വരുമ്പോൾ പിലാത്തോസ് പറയുന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ. അത് എനിക്ക് ഇന്ന് ഇങ്ങോട്ട് വരാൻ ഇവിടെ ഇരുന്നപ്പോഴാണ് ആ ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്. ബ്രദറിന് അത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇത്ര നാളത് തോന്നിയില്ല. തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാൻ പഠിക്കണ്ട. ഞാൻ അവനിലൊരു കുറ്റവും കാണുന്നില്ലെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ പുറത്തോട്ട് വരും. അപ്പൊ എന്തിനായി പീലാത്തോസ് ഈ കർത്താവിനെ പുറത്തു കൊണ്ടുവന്ന്? നിയമപ്രകാരമാണെന്ന് പറയുമ്പോഴും
നിങ്ങളൊന്ന് അറിയണം. എനിക്കറിയാം അതിന്റെ അർത്ഥം എന്നാ. എനിക്കറിയാം. അവൻ കൈ കഴുകി. എന്നതാ? എന്തിനാ കൈ കഴുകി? ചോറുണ്ടാണ്. എന്തിനാ കൈ കഴുകി? ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കൈ കഴുകുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഓർമ്മ വേറെയാണ്, അതല്ലേ? ഒരു രക്ഷയില്ല. വടയും പരിപ്പോടൊക്കെ കഴിയും. ഇനിയും കൈ കഴുകിയിട്ടൊന്നും ഇനി യാതൊരു രക്ഷയില്ല. പക്ഷെ ഇവിടെ ഇതാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ വേളയില് പിലാത്തോസ് കൈ കഴുകി. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ ഇവൻ നീതിമാനാണ് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ പിലാത്തോസ് പറയുകയാണ്, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയണം. യഹൂദന്മാരെ നിങ്ങൾ അറിയണം, ലോകം അറിയണം. അതിന് പിലാത്തോസ് അവനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ പിലാത്തോസ് കുറഞ്ഞ പാർട്ടിയൊന്നും ആയിരുന്നില്ല. റോമൻ ഗവർണറാണ് എന്ന് പറഞ്ഞാൽ എത്രയോ കുറ്റവാളികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലയോ? ഇല്ല, നല്ല പോലീസുകാരന് ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്യും? നോക്കുമ്പോഴേ നമ്മുടെ പകുതി പ്രാണം പോകും. കാര്യം എന്നാ? നമ്മളെ ഏതാണ്ട് കുറ്റവാളി ആക്കുന്നല്ല അവൻ നോക്കുന്നു. റെക്കോർഡിങ് പുറത്തോട്ട് വിടും. പിന്നെ പറയുന്നില്ല. അപ്പൊ ഓർത്തു വേണം, അതുണ്ട്. അപ്പൊ പിലാത്തോസ് ഒരുപാട് പേരെ കണ്ടു. പക്ഷെ പിലാത്തോസ് ഇവിടെ പറയുക, എനിക്ക് ബോധ്യമുണ്ട് അവനിൽ പാപമില്ലെന്ന്. പക്ഷെ നിങ്ങൾക്കും ബോധ്യം വരേണ്ടതിന് അവനെ ഞാൻ പുറത്തു കൊണ്ടുവരികയാണ്. അപ്പൊ ഒരു ഗവൺമെന്റിന് നമ്മുടെ ക്രിസ്തുവിൽ പാപമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ക്രിസ്തുവിൽ എന്തില്ല. അപ്പൊ അവിടുത്തെ ജീവിതം, ഈ കർത്താവ് ജീവിച്ചത് ആരുടെ മധ്യേ? പാപികളെ കുറച്ചുകൂടെ ഇച്ചിരി ആഴത്തിലേക്ക് പോയി. കർത്താവിൽ എന്തേലും അത് തന്നെ അച്ഛൻ പറഞ്ഞത് ശരിയാന്ന് ഉറക്കെ പറഞ്ഞാൽ മതി. അച്ഛനെ ക്യാമറ കൊണ്ട് എനിക്ക് കാണുകയില്ല, ഇപ്പോഴാ കണ്ടത്. കർത്താവിൽ എന്തേലും. എന്റെ മക്കളെ പുറയിരിക്കും നിങ്ങളൊക്കെ തലയ്ക്കൊക്കെ കൈ കൊടുത്തിരിക്കുന്നു. ഇവനെ ആരാ ദൈവമേ വിളിച്ചു? അങ്ങനെയാണോ? ആണോ? 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 സിവി ബ്രദർ, ഇവനെ ആരാ ദൈവമേ വിളിച്ചെന്നുള്ള മട്ടിലാണോ ഇവരിയ്ക്കുന്നത്? ആണോ? അല്ലേ? ആണെങ്കിൽ പറയണം, ബസ് നേരെ നെടുമ്പാശ്ശേരിക്കുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഓർത്ത് വേണം. ഇവിടെ വ്യക്തമായിട്ട് പറയുക, ക്രിസ്തുവിൽ കുറ്റമില്ല, പാപമില്ല, അവിടുത്തെ ജീവിതം പാപരാഹിത്യമുള്ളത്. എന്നിട്ട് രണ്ട് വാക്യങ്ങൾ നമ്മൾ വേഗത്തിൽ പറയാൻ പോവാം. കർത്താവിന്റെ കൂടെ നടന്ന രണ്ടുപേര്. ഒന്ന് പത്രോസ് ലിഹയാണ്. 1 പത്രോസ് 2:22. 7 മണിക്കല്ലേ തീർക്കണ്ടേ? 1 പത്രോസ് 2:22. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പാപം ചെയ്തിട്ടില്ല. ശത്രുക്കളുടെ മധ്യേ ജീവിച്ച ക്രിസ്തു. കർത്താവിനോട് കൂടെ നടന്ന പത്രോസ്. പത്രോസ് വളരെ സൂക്ഷ്മമായി യേശു ക്രിസ്തുവിനെ കണ്ടു. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിനെ സൂക്ഷ്മമായി കണ്ടു. കൂടെ ഉറങ്ങി, കൂടെ ഉണ്ടു, കൂടെ നടന്നു. കർത്താവിനെ ശരിക്കും മനസ്സിലായി. ആ കർത്താവിന്റെ ക്രൂശീകരണത്തിന് ഇപ്പുറം വരെ അവൻ ചെന്നു. അവൻ ഒന്ന് വിളിച്ചു പറഞ്ഞു, അവനിൽ പാപമില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റൊരാൾ നെഞ്ചോട് ചേർന്നിരുന്ന ശിഷ്യൻ, എന്റെ ഭാഷയിൽ പറഞ്ഞ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ചംക്രമണത്തിന്റെ താളമറിഞ്ഞവൻ, ക്രിസ്തുവിന്റെ രക്തധമനിയുടെ താളമറിഞ്ഞവൻ, യേശുവിന്റെ രക്തത്തിന്റെ തുടിതാളമറിഞ്ഞവൻ, അവൻ നെഞ്ചോട് ചേർന്നിരുന്ന യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ. അവൻ 1 യോഹന്നാൻ 3:5 പറഞ്ഞു, അവനിൽ പാപമില്ല. അവനിൽ എന്നാ ഇല്ല? 1 യോഹന്നാൻ 3:5. അറിയാതെ പ്രസംഗമാവുന്നില്ലേ? 1 യോഹന്നാൻ 3:5. അവനിൽ പാപമില്ല. അപ്പൊ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ? ഈ വാക്യം ഒന്ന് ചേർത്ത് പറഞ്ഞ, ഒറ്റ വാക്യം പറഞ്ഞാൽ ഏതാ? ഈ ഒറ്റ വാക്യം മറക്കരുത്. 1 John 3:5. 1 യോഹന്നാൻ 3:5. മോനെ, ആ വാക്യം എന്നായിരുന്നു? അവനിൽ, ഉറക്കപ്പറ മക്കളെ, അവനിൽ, ഉറക്കപ്പറ, അവനിൽ. ഇഷ്ടമുള്ളതുകൊണ്ടാ ചോദിച്ചത്. അവനിൽ പാപമില്ല. അപ്പൊ ക്രിസ്തുവിന്റെ മഹത്വം, ആളത്വം, ദൈവത്വം ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റാർക്കുമില്ലാത്ത സവിശേഷത ജീവിതത്തിലുണ്ടായിരുന്നു. അവനിൽ പാപമില്ല. ബാക്കിയെല്ലാം നമ്മൾ വിടുകയാണ്. പോട്ടെ പോട്ടെ. ഇനി ജീവിതം കഴിഞ്ഞ് പണ്ടൊരു പാട്ടുണ്ട്, തലയ്ക്ക് മീതെ ശൂന്യാകാശം, അതുപോലെയാണ്. അല്ല, ജീവിതം കഴിഞ്ഞ് ജീവിതം കഴിഞ്ഞ് നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ, ജീവിതം കഴിഞ്ഞ്
മരണം, ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ മരണത്തിന്റെ രണ്ട് പ്രത്യേകതകൾ. ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഒത്തിരി പ്രത്യേകതയുണ്ട് കേട്ടോ. രണ്ട് പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത, അത് എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള മരണമായിരുന്നു. സ്തോത്രം. ഒത്തിരി വാക്യമുണ്ട്, ഒരു വാക്യം മാത്രം നമുക്ക് നോക്കാം. ഒന്നല്ല, രണ്ട് വാക്യം ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. എബ്രായർ 9:27-28 വാക്യം. ആ വാക്യം അറിയത്തില്ലെങ്കിൽ എംപോസിഷൻ എഴുതണം. എവിടുന്നോ ഒരു ചെറിയ ധ്വനി വന്നു. ഇച്ചിരി ഒരിക്കൽ നോക്കിയാണോ സാർ പറഞ്ഞത്? ആ, നോക്കിയായിരുന്നു. സാറില്ല, കുഴപ്പമില്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവർ പറഞ്ഞാൽ മതി, ജഡികനൊന്നും പറയണ്ട. ഒരിക്കൽ, ഇപ്പൊ ജഡികന്മാർ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം. ഒരിക്കൽ മരിക്കയും, ജഡികന്മാരും ഉണ്ടെന്നില്ല. ഇപ്പൊ ജഡികന്മാര് പറയണ്ട. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അനേകരുടെ പാപങ്ങൾ ചുമപ്പാൻ. അപ്പൊ എന്തിനാ ക്രിസ്തു മരിച്ചത്? അനേകരുടെ പാപങ്ങൾ ചുമപ്പാൻ. ദൈവത്തിന് സ്തോത്രം. ആ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളവർ ഒരുമിച്ച് ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. വല്ല സംഭവിക്കുന്ന എന്നെ കുറ്റം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാനും ഉണ്ടായിരുന്നു, നമ്മൾ ഓരോരുത്തരും. അപ്പൊ ക്രിസ്തുവിന്റെ മരണത്തിന്റെ അതുല്യത, അവിടുത്തെ ആളത്വത്തോട് ബന്ധപ്പെട്ട് അവിടുത്തെ മഹത്വത്തെ കാണിക്കുന്നു, ദൈവത്വത്തെ കാണിക്കുന്നു. അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ പാപപരിഹാരം വരുത്തി. തന്നെയുമല്ല, യോഹന്നാൻ 1:29. എത്ര കൺവെൻഷൻ ഇവിടെ കേട്ടതാ. യോഹന്നാൻ 1:29, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കാൻ, അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ യേശു ക്രിസ്തു കാൽവറിയിൽ പ്രാണൻ കൊടുത്തു. അപ്പൊ മരണത്തിന്റെ പ്രത്യേകതയാണ്. ഈ മരണത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, അത് ദൈവസ്നേഹം വെളിപ്പെടുത്തിയ മരണമാണ്. അല്ലെ? അതിന് ഏറ്റവും നല്ല വാക്യമാണ് റോമർ 5:8. റോമർ 5:8. റോമർ 5:8. ഒന്നുകൂടെ പറയാം. റോമർ 5:8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക, ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കാൽവറിയുടെ ക്രൂശ പ്രദർശനത്തിന്റെ സ്ഥാനം അല്ലെ? ആ കർത്താവ് അനുഭവിച്ച തകർച്ച, ആ തകർച്ച കാണുമ്പോൾ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. എന്നതാ? എനിക്ക് വേണ്ടിയാണ്. അതാണ് ആ മരണത്തിന്റെ പ്രത്യേകത. അത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കുന്നത്. ആളത്വത്തിന്റെ രണ്ടാം ഭാഗമാണ് ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, ക്രിസ്തുവിന്റെ മഹത്വം. ഓർത്തപോലെ ക്രിസ്തുവിന്റെ ആളത്വം, ഒന്ന് മനുഷ്യത്വത്തോട് ബന്ധപ്പെട്ട 3 ഘടകങ്ങൾ: ദേഹം, ദേഹി, ആത്മാവ്. വിശദമായി ഓർത്തു. 2, അവിടുത്തെ പൂർവാസ്തിക്യം മുതൽ, കന്യകാജനനം മുതൽ, ജഡാവതാരം മുതൽ, അവിടുത്തെ ജനനം മുതൽ ജീവിതം, മരണം. ആ മരണം കഴിഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ കയറുകയാണ്. അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ് അഥവാ പുനരുദ്ധാനം. എന്നതാ? ഉയർത്തെഴുന്നേൽപ്പ് അഥവാ പുനരുദ്ധാനം. അതുകൂടെ പറയുമ്പോഴത്തേക്ക് മിക്കവാറും സമയമാവും. ബാക്കി അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ് അഥവാ പുനരുദ്ധാനം. ആ പുനരുദ്ധാനത്തിന്റെ 2 പ്രത്യേകതകൾ അറിയാൻ പാടില്ലാത്തതല്ല. ഒന്നാമത്തെ പ്രത്യേകത, ലൂക്കോസ് 24:5-6-7. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സസ് 5-7. ലൂക്കോസ് 24:5-6-7. നിങ്ങൾ ജീവനുള്ളവരെ, ജീവനുള്ളവനെ മരിച്ചവരുടെയിൽ അന്വേഷിക്കുന്ന എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പിന്നെ മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരെ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞ അതിന്റെ പ്രത്യേകത. മരിക്കുന്നതിന് മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ഭാഗത്ത്? ഇതെന്റെ നാടാണ്, അല്ലയോ? എന്റെ നാടല്ലയോ? ആരും മിണ്ടുന്നില്ല. സാമച്ചായോ? എന്റെ നാടല്ലയോ? ആണോ? യോ ആന്റിയെ
ആന്റിയെ ഇതെന്റെ നാടല്ലയോ? ആ അല്ലയോ? ആണേ. ആ തൃശ്ശൂര് ഭാഗത്ത് അതും എന്റെ നാടാണ്. എല്ലായിടവും ഞങ്ങളുടെ നാട്. അവര് പാടുന്നൊരു പാട്ടുണ്ട്. മരിച്ചവരാരാൻ തിരിച്ചു വരാമെന്നുരച്ചവരായിട്ടുണ്ടോ? അങ്ങ് തിരിച്ചു വരുന്നൊരുവൻ രാജരാജ യേശുരാജ, അങ്ങു മാത്രം മഹാദൈവം. മരിച്ചവരാരാൻ തിരിച്ചു വരാമെന്നുരച്ചവരായിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ടോ? പക്ഷെ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത അവിടുത്തെ ആളത്തെ the person of Christ, its second part, ആ രണ്ടാം ഭാഗത്തിൽ അവിടുത്തെ ഉത്ഥാനം, അതിന്റെ പ്രത്യേകത അവൻ മരിക്കുന്നതിന് മുൻപേ പറഞ്ഞു ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ആ മരണത്തിന്റെ അടുത്ത പ്രത്യേകത കൂടെയാകുമ്പോൾ നമ്മുടെ സമയം തീരും. അതിനപ്പുറത്തേക്ക് ഇന്ന് രാത്രി പോകാൻ നിവൃത്തിയില്ലല്ലോ. എന്താണ് ആ ഉയർത്തെഴുന്നേൽപ്പ് ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത? ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കും. വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കൈവക്കുക. എന്നാ ദുഃഖമാണെന്നറിയാതെ പറയും. മുഖത്ത് ഒരു ചെറിയ ചിരി പോലുമില്ല. കർത്താവിൽ സന്തോഷിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. അറിയാവുന്ന വാക്യമാണ്. 1 തെസ്സലോനിക്കർ 4:14. 1 Thessalonians chapter 4 verse 14. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. രണ്ടാം ഭാഗം പറയുന്നതിന്റെ മുൻപിൽ ചരിത്രത്തിന്റെ അനിഷേധ്യമായ തെളിവ് ദൈവം നിരത്തി വെച്ചു. രണ്ടാം ഭാഗം എന്ന് പറയുന്നു ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിന്റെ വരവിങ്കൽ. കല്ലറകൾ തുറക്കപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരെ നാം കാണും. സ്തോത്രം. അതിനപ്പുറം നമ്മുടെ പ്രാണനാഥനെ നമ്മൾ കാണും. പക്ഷേ ഇത് നടക്കുമോ എന്നുള്ളതിന്റെ അനിഷേധ്യമായ തെളിവായി, അലംഘനീയമായ തെളിവായി ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തിലേക്ക് നോക്കി സ്വർഗത്തിലെ തമ്പുരാൻ ഒഴിഞ്ഞൊരു കല്ലറ കാണിച്ചിട്ട് പറഞ്ഞു, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ മരിച്ച ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് കുറെ അറിവല്ല, അറിവ് ചേർപ്പിക്കുന്നു. അറിവ് എന്ത് ചെയ്യണം? നമ്മളെ താഴ്മയുള്ളവരാക്കണം. നമ്മളെ താഴ്മയുള്ളവരാക്കണം. നമ്മളെ ഭൂമിയുടെ പൊടിയോളം താഴ്ത്തണം. കർത്താവിനെ മനസ്സിലാക്കുന്നതിൽ നാം ഒത്തിരി വളരണം. നമ്മളൊന്നുമില്ലാതായി തീരണം. ഓരോ വേദഭാഗങ്ങളും ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലുമൊക്കെയാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് മുഴുവൻ ചീട്ടുകൊട്ടാരം പോലെ താഴെ പോകും. ഈ വചനം പഠിക്കുമ്പോൾ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കലല്ല എന്റെ ലക്ഷ്യം, മറിച്ച് നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കുക. അപ്പൊ ക്രിസ്തുവിന്റെ ഇവിടെ കാണുന്ന ഈ വിഷയം എന്താ? കർത്താവിന്റെ ആളത്വത്തില് അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്, അവിടുത്തെ പുനരുദ്ധാനം. ആർക്ക് പറയാം ആ പുനരുദ്ധാനത്തിന്റെ രണ്ട് പ്രത്യേകതകൾ? മോളെ നീ പറയാം. Will you please stand up and say? Face. എന്നാ പറഞ്ഞു? മരിക്കുന്നതിന് മുമ്പ് എന്നാ പറഞ്ഞു? ആര് ഉയർത്തെഴുന്നേൽക്കും? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ പ്രത്യേകത പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ്. ശരിയല്ലേ? പറഞ്ഞത് അതൊക്കെ പറയുമ്പോൾ ഒരു ആവേശം പോയിട്ട് പറഞ്ഞതുപോലെ എത്ര പരസ്യത്തിൽ നിന്നില്ലേ? രണ്ടാമത്തെ പ്രത്യേകത ആരെയാ? എല്ലാരും എന്നെ നോക്കുന്ന ആരെയാ? എന്നെ അപ്പച്ച പറഞ്ഞേ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യും? സമയമായോ? അതോ എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ സമയമുണ്ടോ? ഓക്കെ. അപ്പൊ ഓർക്കണം. ഓക്കെ. അപ്പൊ ഒന്ന് നമ്മളിപ്പോ ഓർത്ത പോലെ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, പുനരുദ്ധാനം. ഇനി ഈ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് പിന്നെ സ്വർഗാരോഹണവും ഉണ്ട്. സ്വർഗാരോഹണം കഴിഞ്ഞ് ഇനി എന്തുണ്ട്? ഒരു മടങ്ങി വരവും നമ്മുടെ മുൻപിലുണ്ട്.
അതിന് നമ്മളൊരു തിരുവഴുത്തിന്റെ ഭാഗത്തേക്ക് പോയി അതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചിന്തിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ചിന്തിക്കാം. അപ്പൊ സ്വർഗാരോഹണവും കർത്താവിന്റെ മടങ്ങി വരവും. കർത്താവിന്റെ മടങ്ങി വരവും 2 പതനങ്ങളുണ്ട്. ഒന്ന് സഭയ്ക്കായി വരുന്നു, 2 സഭയോട് കൂടെ വരും. മേഘപ്രത്യക്ഷതയുമുണ്ട്, മഹത്വ പ്രത്യക്ഷതയുമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും അത് ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശിക്ഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ആകാശമേഖല അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും. അത് സഭയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ അതിനുശേഷം സഭയോടുകൂടെ തേജസ്സോടുകൂടെ ഈ ഭൂമിയെ ഭരിക്കാനായിട്ട് സഹസ്രാബ്ദ ഭൂമിയിലേക്ക് ഇറങ്ങി വരും നമ്മുടെ കർത്താവിന്റെ വരവിന്റെ 2ാമത്തെ പതനമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് 2ാമത്തെ പതനം തൽക്കാലം നിൽക്കട്ടെ. അതിലേക്കൊന്നും പോയ ഇന്ന് എത്താത്തത് കൊണ്ട് അതൊക്കെ ഒഴിവാക്കിയാണ് ഈ ക്ലാസ് തയ്യാറാക്കിയത്. അപ്പൊ ഓർത്തോണം, ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാണ്. റെസറക്ഷൻ ഈസ് റിയൽ. ഉത്ഥാനം യഥാർത്ഥത്തിൽ നടന്ന എന്ന തെളിവ് ഒത്തിരി ഉണ്ട്. നോക്കാം, പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്. ഇനി നിങ്ങൾ പപ്പടം പോലെ പറന്നു നിന്നോണം, എന്നാലേ തീർക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നിന്നോണം. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഒന്നെടുക്കാം. ആരെങ്കിലും ഉറക്കെ വായിച്ചാൽ. അയ്യോ, ആരും കിട്ടില്ലേ? മതി മോളെ. കർത്താവ് എന്തിനാ 40 ദിവസം ഇവിടെ ജീവിച്ചേ? കർത്താവ് 40 ദിവസം ജീവിച്ചതിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്നതാ? ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങൾ. ക്രിസ്ത്യ ലോകത്തിൽ തെറ്റുണ്ട്. മരിച്ചവർ ഇവിടെ 40 ദിവസം ഇല്ല. കാര്യം അവർക്ക് ജീവിച്ചിരിക്കുന്നത് തെളിയിക്കേണ്ട ആവശ്യമില്ല, മരിച്ചു പോയതാണ്. പക്ഷെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഇവിടെ ജീവിച്ചു. അനേകർക്ക് പ്രത്യക്ഷനായി. അനേക ദൃഷ്ടാന്തങ്ങളാൽ താൻ ജീവിച്ചിരിക്കുന്നു. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടുത്തെ റിസറക്ഷൻ, ഉത്ഥാനം, പുനരുത്ഥാനം ചരിത്രത്തിൽ നിറവേറിയതാണെന്ന ആളത്വത്തിന്റെ 2ാം തലത്തിന്റെ സമാപ്തിയിലേക്ക് ഉയർന്നു വരേണ്ടതിന്, അത് ചൂണ്ടിക്കാണിക്കേണ്ടതിന് ക്രിസ്തു 40 ദിവസം താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അത് തോന്നലാണോ? അല്ല. അത് തോന്നലാണോ? അല്ല. അപ്പൊ ഓർത്തോണം, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാണ്. തന്നെയുമല്ല, ഉയർത്തെഴുന്നേൽപ്പ് മാത്രമല്ല, ശ്രദ്ധിച്ചാണ്, ഉയർത്തെഴുന്നേൽപ്പ് മാത്രമല്ല, സ്വർഗാരോഹണവും എന്താണ്? അച്ഛാ, പ്രവൃത്തി 1:9 അച്ഛാന്ന് വായിച്ചാട്ടെ. പ്രവൃത്തി 1:9 എന്നതാ? ഇത് പറഞ്ഞ ശേഷം അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘമാനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മാറി. ഒന്നുകൂടെ നോക്കി. ഇത് പറഞ്ഞ ശേഷം അവർ കാണുക. നിങ്ങളെല്ലാം മാറിക്കോ, ഞാൻ പോകാൻ പോകുന്നല്ല കർത്താവ്. ആണോ? എല്ലാരും കണ്ണട ചെയ്യുന്നത് എന്നാ പറഞ്ഞു? ആണോ? അല്ല. പിന്നെ അവർ കാണുക. ആ ഓരോ വാക്കുകളും ഉണ്ടല്ലോ, എത്ര വെയിറ്റ് ഉള്ളതെന്നറിയാമോ? അവൻ പോകുമ്പോൾ 9-ാം വാക്യം ഇത് പറഞ്ഞ ശേഷം അവർ കാണുക. അവൻ ആരോഹണം. ആരോഹണം എന്ന് പറഞ്ഞ മേളിലോട്ട് പോകുന്ന ആരോഹണമുണ്ട്, അവരോഹണമുണ്ട്, അല്ലയോ? അവരോഹണം എന്താ? താഴോട്ടുള്ളത്. ആരോഹണം എന്താ? അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? ആരോഹണം ചെയ്തു. എന്നിട്ട് പറയുന്നു, അവർ കാണുക, ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് പറഞ്ഞു. അപ്പൊ കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്ന ചരിത്ര യാഥാർത്ഥ്യം അനേക ദൃഷ്ടാന്തങ്ങളാൽ 40 നാളോളം അവർക്ക് തെളിയിച്ചു കൊടുത്തു. എന്നിട്ട് അവർ കാണുക എന്ത് ചെയ്തു? അവർ കാണുക എന്ത് ചെയ്തു? അയ്യോ, അവർ കാണുക എന്ത് ചെയ്തു? ആരോഹണം ചെയ്തു. കർത്താവിന്റെ ആളത്വത്തിന്റെ പ്രത്യേകതയാണ്, അവിടുത്തെ മഹത്വമാണ്. ഇനി നോക്കിക്കേ, അച്ഛൻ പറഞ്ഞതിലേക്ക് നമ്മൾ വരികയാണ്. പ്രവൃത്തി 1:10-11 വാക്യം. അയ്യോ, ആ വാക്യങ്ങൾ എത്ര പ്രത്യാശ തരുന്നതെന്നറിയാമോ? എല്ലാവരും ഒന്ന് ഉറക്കി ഒന്ന് വായിക്കാം. സന്തോഷമാണോ? ആണോ? രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ താങ്ക് യു വെച്ചാ. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ. ഏത് യേശുവിനെ? പൂർവാസ്തിക്യമുള്ള, നമ്മുടെ ചിന്ത പൂർവാസ്തിക്യമുള്ള, ജഡാവതാരം ചെയ്ത, ഓർഡറിൽ പറ. പൂർവാസ്തിക്യമുള്ള, പിന്നെ ജഡാവതാരം ചെയ്ത, പിന്നെ കന്യകയിൽ ജനിച്ച, പിന്നെ ലോകത്തിൽ ജീവിച്ച, പിന്നെ മരിച്ച, പിന്നെ ഉയർത്തെഴുന്നേറ്റ, പിന്നെ
സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ, സ്തോത്രം, ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. നമ്മുടെ കർത്താവിന്റെ ആളത്വത്തിന്റെ മഹത്വത്തിന്റെ രണ്ടാം തലം നമുക്ക് തരുന്നത് അവിടുന്ന് മടങ്ങി വരും എന്നുള്ള വലിയൊരു പ്രത്യേകത. സ്തോത്രം. അത് പിന്നീടുള്ള വിഷയമാണ്. ഇപ്പൊ കർത്താവ് മധ്യാകാശത്തിലെ വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിച്ചു. ആ മടങ്ങി വരവിൽ യോഹന്നാൻ 14:3 കർത്താവ് പറഞ്ഞൊരു കാര്യം എന്നതാ, ഞാൻ പോയി സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന. അപ്പൊ നമ്മളെ എവിടെ ഇരുത്താനാ കൊണ്ടുപോകുന്നത്? പുറത്തു നിന്നുള്ളവനാണോ പറഞ്ഞത്? പുറത്ത് നിർത്തിയ വല്ല പരാതി പറയാനുണ്ടായിരുന്നു? പുറത്ത് നിർത്തിയാൽ എന്നെ ശ്രദ്ധിച്ചാണ്, എന്നെ തന്നെ നോക്കി 2 മിനിറ്റ് കൂടെ. പുറത്ത് നിർത്തിയാൽ വല്ല പരാതിയും പറയാനുണ്ടായിരുന്നു? അത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഭാഗ്യമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടത്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? മനസ്സിലായോ? അച്ഛാ, മനസ്സിലായതൊക്കെ ഒന്ന് തെറ്റിക്കോട്ടെ, ചാച്ചാനെ തന്നെ മനസ്സിലായത്. ആദ്യം തെറ്റിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ എന്നായിരുന്നു? ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ 2 ഡിവൈഡ് ചെയ്യും. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിലുള്ള 3 ഘടകങ്ങൾ ക്രിസ്തുവിലുണ്ട്. ദേഹം, ദേഹി, ആത്മാവ്. വിശദീകരിക്കണമല്ലോ. 2 ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത മഹത്വത്തിലേക്ക്, ദൈവത്വത്തിലേക്ക്, ശ്രേഷ്ഠതയിലേക്ക് വിരൽച്ചുള്ളൂ. അത് പൂർവാസ്തിക്യം എന്ന് പറഞ്ഞ സിമ്പിൾ ലാംഗ്വേജിൽ എന്തായിരുന്നു? ജനിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു. വാക്യം നമ്മൾ യോഹന്നാനിൽ പറഞ്ഞു 8 നിനക്ക് 50 വയസ്സായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം ജനിച്ചതിന് മുൻപേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലിരിക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത്രയും നേരം ശ്രദ്ധയോടുകൂടി കേട്ടതിന് നന്ദി പറയുന്നു. നാളെ എത്ര മണിക്ക് തുടങ്ങും? ആണ്